നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല ഫുൾ കവറേജോടും കൂടി നമുക്ക് ധരിക്കാൻ പറ്റിയൊരു ഡ്രസ്സാണ് അബായ അല്ലെങ്കിൽ പർദ്ദ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാരിയും അതുപോലെ തന്നെ പർദ്ദയൊക്കെ ഇടുമ്പം കുറച്ചും കൂടി ഏജ് കൂടിയ ആൾക്കാർ പോലെയാണ് തോന്നുക. അതിന് പകരമായിട്ട് നമ്മൾ സ്കേർട്ടും ടോപ്പൊക്കെ ഇടുമ്പം കുറച്ചും കൂടി ഏജ് കുറവായിട്ട് തോന്നും. സോ ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രസ്സിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയല്ല നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പർദ്ദ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അബായ യൂസ് ചെയ്യുമ്പോഴും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മാക്സിയും നമ്മുടെ പർദ്ദയൊക്കെ ഒറ്റ പീസ് ഡ്രസ്സാണല്ലേ, ചുരിദാറൊക്കെ 2 പീസായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് പിന്നെ വർക്കും കാര്യങ്ങളും കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് മറ്റിപ്പോൾ ചുരിദാറിനെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഭംഗി കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ഏജ് കൂടുതലായിട്ട് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സിനെ പിന്നെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഉള്ള ഒരു പീസ് ക്ലോത്ത് ആണെങ്കിലും ആ ഒരു പീസ് ഏറ്റവും നല്ല ക്ലോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പർദ്ദ വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ പർദ്ദ തന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭംഗി പോയി പോവും. പിന്നെ നമുക്ക് സ്ലീവിലും അടിഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് വർക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് പർദ്ദകൾ പുതിയ പുതിയ ഡിസൈനിലൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പർദ്ദ വാങ്ങുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പർദ്ദൻ്റെ ക്ലോത്ത് നല്ലതാണോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണോ നോക്കുക. കാരണം അതല്ലാതെ പർദ്ദയിൽ നമുക്ക് ഒരുപാട് സ്റ്റൈലിഷ് വർക്ക്സ് ഒന്നും കൊണ്ടുവരാനില്ല, കട്ടിങ്സും വർക്കും ഒന്നും കൊണ്ടുവരാനില്ല. സോ ക്ലോത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പർദ്ദൻ്റെ സൈസും ശ്രദ്ധിക്കുക. സൈസ് പൊതുവേ ഒരു ലൂസ് സ്ട്രക്ചറാണ് നമുക്ക് പർദ്ദക്ക് വരുന്നത്. അങ്ങനെയാണ് പർദ്ദ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലെങ്ത്തൊക്കെ ശരിക്കും നമ്മുടെ ആംഗിൾ ലെങ്ത്തിൽ നിന്ന് കുറച്ചൊരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഏറി വരുന്ന ഒരു ലെങ്ത്താണുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമ്മൾ വെട്ടിച്ചുരുക്കി ഷേപ്പാക്കിയിട്ട് നമ്മളുടെ കുറച്ച് മേലെ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് ശരിയാവില്ല. നമുക്ക് പണ്ടിറങ്ങിയിട്ടുള്ള അബായയിൽ നിന്നും ഇന്നിറങ്ങുന്ന പർദ്ദകൾ അബായകൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ പർദ്ദ വാങ്ങാൻ പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ മോഡലിലുള്ള എന്നാൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ല മോഡസ്റ്റായിട്ട് തന്നെ ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അബായ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 100% ആയിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. ഫസ്റ്റ് തന്നെ അബായൻ്റെ അല്ലെങ്കിൽ പർദ്ദൻ്റെ മെറ്റീരിയൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അതായത് അതിൻ്റെ ഫാബ്രിക്. അപ്പോൾ നമുക്ക് അറിയാം പർദ്ദയിലൊക്കെ ഒരുപാട് ഡിസൈനും ഒരുപാട് വർക്കൊന്നും വരില്ല അല്ലേ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ബീഡ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എംബ്രോയ്ഡറി ഒക്കെ ചെറുതായിട്ടുള്ളൂ വരിക. അപ്പം പർദ്ദയുടെ ഒരു മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ ഫാബ്രിക് തന്നെയാണ്, അതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ മെറ്റീരിയൽ നന്നായാൽ അതിൻ്റെ പർദ്ദയുടെ ഒരു 80% ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് മാക്സിമം അത് ഏത് ഫാബ്രിക്കിലുള്ളതാണെന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ലീഡിങ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് അബായൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒന്ന് നിധ, സൂം ആൻഡ് ഷിഫോണാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന അബായ എന്ന് പറയുന്നത് നിധയിൽ വരുന്ന അബായാണ്. നിധൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 100% പോളിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് തടിയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും ഇതിങ്ങനെ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ മെലിഞ്ഞ ആൾക്കാർക്കാണ് നിധ ഫാബ്രിക് ഒന്നും കൂടിയും നല്ലത്. നിധ ഫാബ്രിക് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് നമുക്കൊരു നിറച്ച ഫീലിംഗ് ആയിരിക്കും, ഒരു ഫെയ്ഡായ പോലെ ആയിരിക്കും. പക്ഷേ പുറം ഭാഗത്ത് നല്ല ഗ്ലൈസിങ് ഉണ്ടാവും. ആ ഒരു മെറ്റീരിയലാണ്, അതായത് നമ്മൾ പക്ക പോളിസ്റ്റർ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷേ അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പോളിസ്റ്റർ തന്നെയാണ്. സോ അതാണ് നിധ എന്ന് പറയുന്ന ഫാബ്രിക്. നെക്സ്റ്റ് നമുക്ക് ഒരു പർദ്ദയിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് ഷിഫോൺ എന്ന് പറയുന്നത്. ഷിഫോൺ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഒന്ന് നോർമൽ ക്വാളിറ്റി ഷിഫോണുണ്ട്, ഒന്ന് ഹെവി ഷിഫോൺസും ഉണ്ട്. നോർമൽ ക്വാളിറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് നൂല് വലിഞ്ഞ പ്രശ്നം ഉണ്ടാവും. എവിടെയെങ്കിലും ഒന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തറച്ചാൽ അവിടുന്ന് നമുക്ക് അപായം ഇങ്ങോട്ട് കിട്ടാത്തൊരവസ്ഥയിൽ പിന്നെ നൂല് വലിഞ്ഞ് ആകെ പെട്ടെന്ന് വൃത്തികേടാവും. അതുപോലെ തന്നെ അത് മെഷീനിലൊക്കെ ഒരു വട്ടം വാഷ് ചെയ്താൽ അതിൻ്റെ പണി തീരും. പക്ഷേ ഹെവി ഷിഫോൺസ് അങ്ങനെയല്ല, നല്ല ക്വാളിറ്റി ഷിഫോണായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വരുന്നൊരു മെറ്റീരിയലാണ് സൂം എന്ന് പറയുന്നത്.
സൂം മെറ്റീരിയൽ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാന്ന് വെച്ചാൽ അതിൽ ചെറുതായിട്ടൊരു റിങ്കിൾഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ റിങ്കിൾഡ് ഹിജാബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഹിജാബിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ളതാണ് അതിൽ വരെ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടാവും ഈ റെഡ്, ഈ മെറൂണ്, ഈ ഡാർക്ക് ഗ്രീൻ ഉണ്ടാവും. അതൊക്കെ ഈ ലൈനിൽ വരുന്ന ഇപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള പർദ്ദയൊക്കെ നമുക്ക് സൂം മെറ്റീരിയലാണ്. സൂം മെറ്റീരിയൽ അധികം ചൂടുണ്ടാവില്ല കേട്ടോ, ഒന്നും കൂടി ബ്രീത്തബിൾ ആയിരിക്കും. പിന്നെ ഷിഫോണിൻ്റെ പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കില്ല, അങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് നിതയും കുറച്ച് വിടുത്തുള്ള ആൾക്കാർക്ക് സൂമും ഷിഫോണൊക്കെയാണ് ഒന്നുകൂടി നന്നാവുക. അപ്പോൾ നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. സോ പർദ്ദ എന്നല്ല, ഏത് ഡ്രസ്സ് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിലും അത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് ആദ്യം റിയലൈസ് ചെയ്യുക. എന്നിട്ട് ആ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് ഏതൊക്കെ ഡ്രസ്സുകളാണ്, ഏതൊക്കെ മെറ്റീരിയലാണ് മാച്ച് ആവാന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പം ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫാബ്രിക് ഏതാണ്, ഡിസൈൻ ഏതാണ്, ഏത് ടൈപ്പ് ഡ്രസ്സ്, ഇപ്പോൾ ഡ്രസ്സ് തന്നെ അബായ ഉണ്ട്, ചുരിദാറുണ്ട്, ഒരുപാട് ഡ്രസ്സസ് ഉണ്ടല്ലേ. അപ്പോൾ ഏത് ടൈപ്പാണെന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് അറിയാൻ പറ്റും. സോ കീപ് വാച്ചിങ് ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.